അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ താഴേക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 4 പതിറ്റാണ്ടിൻ്റെ 40 വർഷത്തെ ചരിത്ര പുസ്തകം പുറത്തിറക്കുന്നതിൻ്റെ ഭാഗമായി ഒരു അരപ്പതിറ്റാണ്ടിനപ്പുറം നൂറ്റാണ്ടിനപ്പുറം താഴേക്കോട് കച്ചവട രംഗത്ത് ഒക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന താഴേക്കോടിൻ്റെ കൃത്യമായ എല്ലാ സ്പന്ദനങ്ങളും, താഴേക്കോടിൻ്റെ ഒരു നൂറ്റാണ്ടിനപ്പുറത്തുള്ള ചരിത്രങ്ങൾ ഏകദേശ കണക്ക് കൃത്യമായി ബോധ്യമുള്ള, താഴേക്കോടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും കൃത്യമായി അറിവും പാണ്ഡിത്യവും പ്രാഗൽഭ്യവുമുള്ള പ്രിയങ്കരനായ ആനിക്കാടൻ കാസിം സാഹിബാണ് ഇന്ന് നമ്മുടെ ഈ ചരിത്ര പുസ്തകത്തിലേക്ക് ഞങ്ങളുമായി ചർച്ചയിൽ പങ്കുചേരുന്നത്. പ്രിയപ്പെട്ട കാസിം സാഹിബിനെ ആദരപൂർവ്വം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മമ്മുക്കുട്ടി കാരാട്ടിൽ, വൈസ് പ്രസിഡന്റ് അച്ചിപ്പ ഫൈസൽ അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ്. ഇത് സംബന്ധിച്ച 2 വാക്ക് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മമ്മുക്കുട്ടി കാരാട്ടിൽ സംസാരിക്കുന്നതോടുകൂടി നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. താഴേക്കോടിൻ്റെ സമകാലിക സ്പന്ദനത്തെ ശരിക്കും നേരെ കണ്ടിട്ടില്ല. AK സാഹിബിൻ്റെ പഴയ ഓർമ്മകളും താഴേക്കോടിൻ്റെ അരനൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രവും ഇന്നത്തെ താഴേക്കോടിൻ്റെ മാറ്റങ്ങളും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളെന്ന നിലയിൽ കാസിം സാഹിബിനെ ഞാൻ ക്ഷണിക്കാം. പിന്നെ നിങ്ങളെ തുടക്കത്തിലുള്ള കച്ചവടത്തിൽ എന്ത് കച്ചവടമായിരുന്നു, അതുപോലെ തന്നെ ആ സമയത്ത് താഴേക്കോടിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവിടെ നിന്നിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചരിത്ര പുസ്തകം ഞങ്ങൾ പുറത്തിറക്കുന്നു, അതിൻ്റെ അഭിപ്രായം കൂടി നിങ്ങൾ രേഖപ്പെടുത്തും. പിന്നെ കച്ചവട രംഗത്തേക്ക് ആദ്യമായി വരുന്നത് താഴേക്കോട് ഒരു അരിക്കച്ചവടമായിരുന്നു ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് തന്നെ അതിനെ പ്രേരിപ്പിച്ചത് എൻ്റെ മാതാവായിരുന്നു. പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട് ഉമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനങ്ങനെ അരിക്കച്ചവടം താഴേക്കോട് ആരംഭിച്ചത്. പക്ഷേ അത് അരിക്കച്ചവടം മാത്രമായതുകൊണ്ട് അത് അങ്ങനെ പച്ചപിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആദ്യമായി താഴേക്കോട്ട് അങ്ങാടിയിൽ ഇന്ന് ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന സ്ഥാനത്ത് ഒരു പെട്ടിക്കട കച്ചവടം, അത് സ്റ്റേഷനിൽ ഫാൻസിയും ഉണ്ടായിരുന്നു. അതുമായി വർഷങ്ങളോളം താഴേക്കോട് അങ്ങാടിയിൽ ജനശ്രദ്ധയാകർഷിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെ ഒന്ന് സാധിച്ചു. മറ്റ് കച്ചവടങ്ങളൊന്നും അങ്ങാടിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പല കച്ചവടങ്ങളും പല കച്ചവടങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഏത് വർഷത്തിലാണെന്നുള്ള ഒരു 75 സ്ഥാപന പേരെന്തായിരുന്നു? അന്ന് പിന്നെ ഞാനൊരു പേരെന്ന് പറയുമ്പോൾ കാസിം സ്റ്റോറിൽ വെച്ചു. പിന്നെ ഫിർദൗസ് അന്ന് നിങ്ങളും മറ്റേ കയ്യമാനും ഒക്കെയാണ് അവിടുത്തെ പ്രമുഖരായ കച്ചവടക്കാർ. അന്നൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലേ മറ്റേ അവിടെ വന്നേരം വൈകുന്നേരം നിങ്ങളീ ഗൾഫിലെ അന്നത്തെ മറ്റേ എന്താ പറയാ പാവക്കുട്ടികളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ജനങ്ങൾ ഇങ്ങനെ കണ്ടമാനം കൂടി നിൽക്കുമായിരുന്നു. അത് ഓർമ്മ. ആ കാലത്ത് ആലിഹാജ് ഖത്തറിൽ ആലിഹാജിയൊക്കെയാണ് വ്യക്തിമായ കുടുംബബന്ധമുള്ള ആൾ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അത് നമ്മൾ കച്ചവടത്തിനൊന്നും ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ ആലിഹാജ് ഖത്തറിൽ വരുമ്പോൾ പിന്നെ ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ അരിയതി കിട്ടി നമ്മുടെ ഇളമാൻ്റെ മകളാണല്ലോ അരിയുടെ ഭാര്യ. അപ്പോൾ ഒരു ടൈപ്പറി കാർഡ് കൊടുത്തു. ആ ടൈപ്പറി കാർഡ് കൊടുത്തിട്ട് അത് ടൈപ്പറി കാർഡൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്ക് അന്ന് എന്താണ് സംഭവം എന്ന് അറിയാത്തൊരു കാലഘട്ടമാണ്. അവിടെ ഞാനൊക്കെ ഒന്ന് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും പാട്ടൊക്കെ പാടി അത് നാട്ടിൽ കേൾക്കാനും ഒരുപാട് ആളുകൾ. അപ്പോൾ അന്ന് കടയിൽ പാട്ടൊക്കെ ഉണ്ടായിട്ട് അത് കേൾക്കാൻ വേണ്ടി മാപ്പിളപ്പാട്ടുകളൊക്കെ നല്ല പാട്ടുകൾ കേൾക്കാതെ കൊടുത്ത് കേസൊക്കെ ഇവിടെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വന്നിങ്ങനെ പാട്ട് കേൾക്കാനൊക്കെ വന്ന് പിന്നെ ആളുകൾ മാനാക്കട കച്ചവടം അവിടെ നമ്മുടെ നാളത്ത് പിന്നെ വലിയ ബിൽഡിങ്ങിലായിരുന്നു അവരെ കച്ചവടം. ഞാൻ കുടിച്ചേർന്ന് കട അങ്ങനെ ഇങ്ങനെ 2 കടകളായിരുന്നു. അവിടെ കടകൾക്ക് അല്ലാത്ത കടകളുണ്ടായി.
അന്ന് അവിടെ ഭയങ്കര ജനനിബിഡുണ്ട്. മഗ്‌രിബിയോട് കൂടെ കാസിം ഖാന്റെ കടയുടെ മുമ്പിൽ 10-100 ആണെങ്കിലും ഉണ്ടാവും. അത് ഈ പാട്ട് കേൾക്കാനും പിന്നെ ആ ഗൾഫിലെ പ്രത്യേക പാവക്കുട്ടികളെ പ്രദർശനമായിട്ട് ഇങ്ങനെ ചെണ്ട കുട്ടികൾ പാവക്കുട്ടിയൊക്കെ ചെറുപ്പത്തിലെ ഭയങ്കര തിളക്കല്ല ഓർമ്മയാണ് അവർക്ക്. ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ കാത്തു നിൽക്കും. തിരക്കി മുന്നിലേക്ക് വരും. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന്റെ ശേഷമാണ് പെരിന്തൽമണ്ണയിൽ 977 കൃത്യമായി പറഞ്ഞാൽ അതിന്റെ ഉദ്ഘാടന ഫോട്ടോ അടക്കമുണ്ട്. 77 ഫിർദൗസ് റോഡിലുള്ള ഫിർദൗസ് ഫാൻസി ഉദ്ഘാടനം ചെയ്ത ഫോട്ടോ അടക്കമുണ്ട്. ഫാൻസി 77 ആദ്യമായിട്ട് 2 വർഷം ഇവിടെ 2 വർഷം 4 വർഷത്തോളം ഓർമ്മ ശരിയാണ്. 73 തുടങ്ങി പെരിന്തൽമണ്ണയിൽ പിന്നെ 77 കൃത്യമായിട്ട് തുടങ്ങുന്നത്. അത് 15 വർഷം നീണ്ടു വന്നു. 15 വർഷം അവിടെ ഫാൻസി ആദ്യം നമ്മൾ തുടങ്ങിയ പട്ടാമ്പി റോഡിലാണ്. ഇപ്പോൾ ആദ്യം തുടങ്ങിയാൽ അതിനോട് തന്നെയാണ് കട. പക്ഷേ പിന്നെ പട്ടാമ്പി റോഡിലാണ് ആദ്യം ബിൽഡിങ്ങൊന്നുമില്ല. പഴയ ബിൽഡിങ്ങിൽ അവിടെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തുടങ്ങി. പിന്നെ അതങ്ങനെ ആദ്യം തുടങ്ങിയത് പിന്നെ ഫാൻസി പിന്നെ അത് ബട്ടൺ ഹൗസാണ്. ഇപ്പോൾ ബട്ടൺ ഹൗസാണ് ഫാറൂഖ് അടുത്തിനൊക്കെ അതാണ്. അത് ഞാൻ 15 നടത്തി. അന്ന് ഞാൻ വ്യാപാര രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും മതരംഗത്തൊക്കെ അങ്ങനെ വളരെയധികം പച്ചവെടുത്ത് സജീവമായിട്ടുള്ള കാലഘട്ടം കൂടിയായിരുന്നു. അറിയപ്പെടുന്ന അതായത് പിന്നെ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റ് വ്യാപാരി എന്നുള്ളവർക്ക് അവിടെ നിന്നപ്പോഴാണ് ഉണ്ടായത്. അതുമാതിരി നമ്മുടെ പിന്നെ എല്ലാ രംഗത്തും ഒരു അംഗീകാരം വ്യാപാരി എന്നുള്ളവർക്ക് നേടിയെടുക്കാൻ അത് പിടിച്ചെടുക്കാനും അതിൻ്റെ കൂടെ നിന്നത് വളരെയധികം നല്ലതൊക്കെ മുന്നോട്ട് കൊണ്ടാനും വ്യക്തിപരമായി സാധിച്ചു എന്നുള്ളത് വ്യാപാര രംഗത്തെ ഒരു നേട്ടം കൂടിയായി ഞാൻ അന്ന് കാണുകയാണ്. അന്നത്തെ കാലത്ത് ഫിർദൗസ് ടെലിഫോൺ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ എന്നിട്ട് കാസിംക്ക് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടിരുന്ന കാസിംക്ക് ഇപ്പാനോട് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കും, ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അവിടെ വന്ന് നിൽക്കും എന്ന് പിറ്റേന്ന് വിളിച്ചിട്ട് ടെലിഫോൺ. അന്നത്തെ കാലം അങ്ങനെയാണ്. പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്ക് മുഴുവൻ വീട്ടുകാർക്ക് മുമ്പോട്ട് അന്നത്തെ കാലത്ത് ഫോണങ്ങനെ വന്നിരുന്നു. ഞാൻ പോയി പറയും കടയിൽ വരും, കടയിൽ അവിടെ പോകണുള്ളൂ. വിദേശത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ ഇപ്പോഴുള്ള ആളുകൾ മൊത്തം നിങ്ങളെ കടയിൽ പെരുന്നാള കടയിൽ വന്നിട്ടായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നത്. എന്ന സമയത്ത് വിളിക്കുന്ന പറയുമ്പോ അതൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ അനുഭവമാണ്. അതായത് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ടെലിഫോൺ ചെയ്യുമ്പോ ഇപ്പാനോട് കാസിംക്ക് വൈകുന്നേരം വന്നാണ്ട് വന്ന ആളുകൾ ഇപ്പാനെ അല്ലെങ്കിൽ കണ്ടാൽ പറയാതെ വീട്ടുകാരെ അറിയിക്കും. അവര് രാവിലെ വന്നിട്ട് അവിടെ കാത്തു നിൽക്കും. അപ്പൊ ഞാൻ വിളിക്കും. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, KP എന്നൊരു റൂം എടുക്കണം. റൂം എടുത്തിട്ട് അവിടെ നിന്നാൽ അവിടേക്ക് വിളിക്കും. അപ്പൊ അതൊരു ചെലവ് കൂടുതലാണ്. അതല്ലെങ്കിൽ പിന്നെ അന്നുണ്ടായിരുന്നത് വേറൊന്ന് ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വിളിച്ച് പറഞ്ഞാൽ അവര് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പറഞ്ഞയച്ചിട്ട് അവര് വരുമ്പോ അതിന് എക്സ്പെൻസ് കൂടുതലാണ്, ചെലവ് കൂടുതലാണ്. അപ്പൊ കാശിക്കാകുമ്പോ ചെലവുകളൊന്നുമില്ല. അതായത് നമുക്ക് ഫ്രീ സർവീസാണ്. തലേ ദിവസം പറഞ്ഞ കാശിക്ക് ഒരു പിറ്റേന്നാൾ വന്നാൽ നമുക്ക് തരും. 15 ദിവസം 92 ശേഷമാണ് ഗൾഫിൽ പോകുന്നത്. പിന്നെ പ്രവാസമാണ്. പിന്നെ പ്രവാസമായിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ടാവുമ്പോൾ നമ്മളെ അതിന്റെ ശേഷം തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു പിന്നെ 17 വരെ ഉണ്ടായിരുന്നു. 95 മുതൽ 2017. അത് കഴിഞ്ഞിട്ട് കാപ്പുറമ്പില് പിന്നെ അർഫ ഫാൻസി. അല്ല, കാപ്പുറമ്പിൽ അർഫ ഫാൻസിയുടെ സമയം പോയി പറഞ്ഞു 2017 കച്ചവടം ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ പിന്നെ അത് നിർത്തി. അതായത് ഗൾഫിലും സൗദിയിലും കച്ചവടം ഉണ്ടായിരുന്നു. സൗദിയിൽ 2 സ്ഥലത്ത് കച്ചവടം ഉണ്ടായിരുന്നു. അതൊന്നും പച്ചപിടിച്ചില്ല. നമ്മൾ തീർച്ചയായും സൗദിയിൽ പോയി എന്നല്ലാതെ ഈ പറയപ്പെടുന്ന ഈ കച്ചവടങ്ങളൊന്നും ഒരു നമുക്ക് ഗുണകരമായിട്ട് ഒരു അഭിവൃദ്ധിയും പുരോഗതി ഉണ്ടാക്കുന്ന കച്ചവടങ്ങളാണ്. അതേ സമയത്ത് പൊതുജനങ്ങളായിട്ടുമായി ബന്ധപ്പെടാനും പൊതുജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പൊതുരംഗത്ത് പ്രവർത്തിക്കാനും
പൊതുരംഗത്ത് നമുക്ക് അംഗീകാരം നേടാൻ സാധിച്ച ഒരു വലിയ പരിപാടിയായി മാറിയിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും ഒരു ചലനം സൃഷ്ടിക്കാൻ ഈ പറയുന്ന 45 കൊല്ലം ഉള്ള കച്ചവടങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ 45 കൊല്ലത്തൊരു ബിസിനസ് പിന്നെ പരിജ്ഞാനുണ്ട്. അത് താഴെക്കൂട് നിങ്ങളെ ഓർമ്മയിൽ ഇപ്പൊ ഏതൊക്കെ കച്ചവടങ്ങളാണ് ഉണ്ടായിരുന്നത്? അന്നോ നിങ്ങള് ഈ പെട്ടിക്കട തുടങ്ങണം അന്ന സമയത്ത് പറഞ്ഞ മാനാക്കാരുടെ കച്ചവടമുണ്ട്. പൊളിച്ചാലി ഉണ്ണീനാജിയുടെ പല പിന്നെ പൊളിച്ചാലി പോക്കരാജിയുടെ കടയുണ്ട്. ഇപ്പൊ നിലവില് പിന്നെ ചിക്കൻ കട അവിടെ പലർക്കും പിന്നെ അവിടെ മറ്റേ നമ്മുടെ ഒരു ബാർബർ ഷോപ്പുള്ള മാമാക്കാണ്ട്. പിന്നെ ബാപ്പുജിയുടെ ഹോട്ടലുണ്ട്. നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന റോഡിന് അവിടെ ഇപ്പൊ ബാങ്ക് കിട്ടുന്ന സ്ഥലത്ത് സർവീസ് ബാങ്ക് അതോ ഗ്രാമീണ ബാങ്ക്? ജനതാ ഹോട്ടൽ. അല്ല, ഗ്രാമീണ ബാങ്ക് ഇപ്പൊ നിലവിലുള്ള സ്ഥലത്ത് ഹോട്ടലുണ്ടായിരുന്നു CHO ഓപ്പോസിറ്റ്. പിന്നെ കാര്യമായിട്ട് ഓരോരുത്തർ പറയേണ്ട പൊട്ട കടകളൊന്നും പോസ്റ്റ് ഓഫീസ് പിന്നെ പോസ്റ്റ് ഓഫീസ് ഒരു 40-45 കൊല്ലമായിട്ട് നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ. 45 അല്ല, അത് 55 വർഷമെങ്കിലും മുകളിലായി പോസ്റ്റ് ഓഫീസ് ഇപ്പൊ നിലവിൽ ആ ബിൽഡിംഗ് തന്നെ 55 വർഷമായി. 55 കൂടുതലാതെ പറയില്ല. 55 ഞാൻ പറയുന്നത് എന്റെ പ്രായം വെച്ചിട്ട് എന്റെ ഓർമ്മ വെക്കുന്ന സമയത്ത് ഉള്ളത്. അതുകൊണ്ടാണ് റേഷൻ കട എന്റെയൊക്കെ ഓർമ്മയിൽ മയമാക്കിയാണ് അവിടുത്തെ റേഷൻ നടത്തുന്നത്. അതായത് അടിയന്തരാവസ്ഥക്ക് മുമ്പ്. അതിന് ശേഷമാണ് അടിയന്തരാവസ്ഥക്ക് തൊട്ട് ശേഷമാണ് മറ്റേ ആ റേഷൻ കാർഡിലൊക്കെ ഇതൊക്കെ പറഞ്ഞ വിഷയങ്ങളായി സൂപ്പീസായി മറ്റേ ഒരു രംഗത്തേക്ക് വന്ന് ജനകീയ നേതാവാകുന്നതൊക്കെ ആ ഒരു സന്ദർഭത്തിലല്ല. അങ്ങനെ തന്നെയല്ലേ അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ ഒരു ജോലി ചോദിച്ചോട്ടെ. പിന്നെ പണ്ടൊരു ഒരു പ്രമുഖനായ കച്ചവടക്കാരനെ കാശിക്ക മറക്കണ്ട. മീൻ കച്ചവടക്കാരനായിരുന്നു. ഒരു മീൻ കച്ചവടക്കാരൻ അരിപ്പാട മുമ്പ് കച്ചവടം ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? പിന്നെ പച്ചമീൻ കച്ചവടം തുടങ്ങിയിരിക്കുന്നത് മമ്മൂക്കന്റെ അല്ല, അത് കുഞ്ഞീതുവാണ് ഗൾഫിലേക്ക് പോയപ്പോഴാണ് ഇപ്പൊ ഗൾഫിലേക്ക് പോയപ്പോഴാണ് ആരിപ്പയിൽ ഞാൻ ഇപ്പൊ ഗൾഫിലേക്ക് പോയപ്പോ ഇപ്പൊ 78-ലാണ് ഗൾഫിലേക്ക് പോയത്. അപ്പൊ ഞാനും ആരിപ്പയും കൂടെ 2 വർഷങ്ങൾ ഒരുമിച്ച്. പിന്നെ ഞാൻ കാപ്പറിലേക്ക് മാറി. പിന്നെ 80-ല് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് വരെ പിന്നെ ഞാനും അതിന്. പിന്നെ 80-ല് ഞാനും ഗൾഫിലേക്ക് പോയി. ആരിപ്പ ഇപ്പോഴും തുടർന്നുകൊണ്ടേ അപ്പൊ നിലവിൽ ആലിപ്പാന്റെ ഒരു 50 കൊല്ലായിട്ടുണ്ടോ? ആലിപ്പാക്ക് 50 കൊല്ലം തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഈ ചേർച്ചിന്റെ ചരിത്രം കൂടെയാണ് ഒഴിവാക്കിയതാണ്. വേറെ ഇന്ത്യയിൽ വേണല്ലോ. വല്യപ്പാന്റെ പുത്തൂരാമക്ക കച്ചവടം വന്നില്ലേ? പട്ടിക്കട ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് അപ്പൊ ആ ബസ് സ്റ്റോപ്പിനടുത്ത് നമ്മളെ പിന്നെ പെട്ടിപ്പീടി അത് റോഡില് മറ്റൊരു സൈഡിൽ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നിൽ. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പറഞ്ഞൊരു ചെറിയ പിഴവുണ്ടോന്നൊരു സംശയമാണ്. CH വാപ്പൂജിക്കായിരുന്നോ അംശക്കുട്ടിയൊക്കെ ആയിരുന്നോ ജനതാ ഹോട്ടലിൽ? അല്ല, ആദ്യം വാപ്പൂജിക്കായിരുന്നു. അംശക്കുട്ടിയാ വാപ്പൂജി ഹോട്ടലൊക്കെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വാപ്പൂജിയുടെ ഓർമ്മ മറ്റേ പല പച്ചക്കറികളൊക്കെ അവിടെ പച്ചക്കറികളൊക്കെ ഒന്നിച്ച് കയറ്റി വിട്ടുന്നില്ല. മറ്റേ നമ്മൾ ക്രിസ്ത്യാനികൾ ഇവിടെ പുതിയൊരു പാർട്ട് വന്ന സമയത്ത് ആ മലഞ്ചരക്കുകളൊക്കെ വന്ന് മൊത്തം അതിൻ്റെ കച്ചവടം തേങ്ങ പല പച്ചക്കറികളൊക്കെ മറ്റേ ഇതാക്കി ലോറി കോഴിക്കോട്ടൊക്കെ കൊണ്ടുപോകണം. ആ ഓർമ്മ തെറ്റില്ല.
ചേച്ചി അപ്പാക്ക് ഹോസ്റ്റൽ കച്ചവടം ചെയ്ത് ഓർമ്മയിട്ടില്ല. എല്ലാ ഹോട്ടലുണ്ട്. ആ ജനതാ ഹോസ്റ്റലാണ്. പിന്നെ മറ്റേ ഹംസക്കുട്ടിയൊക്കെ ചെയ്തു. അത് നമ്മളിപ്പോ ഇന്നത്തെ ഗ്രാമീണ ബാങ്കിന്റെ ആ ഭാഗത്തായി. പിന്നെ അത് ഹംസക്കുട്ടിയാക്കാന്റെ അളിയന് കുഞ്ഞുമോൻ ഏറ്റെടുത്തിട്ട് അങ്ങാടിയിൽ 3 സ്റ്റാർ ഹോസ്റ്റലിന് ശേഷം അത് മേലുട്ടിയാക്കിയ ഇവരൊക്കെ 3 സ്റ്റാർ ഹോസ്റ്റൽ നടത്തി. അതിനുശേഷം പിന്നെ കുഞ്ഞുമോന് അത് ജനതാ ഹോസ്റ്റലാക്കി ഒരുപാട് കാലം കൊണ്ടുവരണം അല്ലേ? അങ്ങനെ ഓർമ്മ. പിന്നെ പുൽക്കടക്കാട്ടിൽ പുൽക്കടബായിടലും പുൽക്കടബായി ഹോട്ടൽ നടത്തി. പുൽക്കടബായി ഹോട്ടൽ നടത്തി നിങ്ങളെ ഓർമ്മയില്ല? അബ്ബാസ് പച്ചക്കറി അത് ഞങ്ങളെ മീൻപീടിയുടെ നേരെ അപ്പുറത്ത് ഇതായിരുന്നു. പുൽക്കടബായിയുടെ ഹോസ്റ്റലിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾ പറയാത്ത പോയിന്റുകൾ എന്തെങ്കിലും എഴുതി വെച്ചില്? പിന്നെ പിന്നെ മറ്റേ നമ്മളിപ്പോ ഈ 4 നൂറ്റാണ്ട് തന്നെ പറയണം. 1/2 നൂറ്റാണ്ട് കാലത്തെ അതുപോലെ ചരിത്രമാണ് നമ്മൾ പുറത്തിറക്കുന്നത്. അപ്പൊ അത് താഴെക്കോട് വ്യാപാരി യൂണിറ്റ് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു വ്യാപാരി യൂണിറ്റിന്റെ കീഴില് ചരിത്ര പുസ്തകങ്ങൾ ഇറങ്ങിയത് വളരെ ദുർലഭമാണ്. അപ്പൊ അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ചരിത്ര പുസ്തകം അടുത്തൊരു തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് നമ്മള് അത് ഇറക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, ചരിത്ര പുസ്തകങ്ങളൊക്കെ ഇറക്കുമ്പോഴേ ചരിത്രങ്ങൾ ജനങ്ങൾ അറിയുള്ളൂ. ആ പുസ്തകത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കയ്യൊപ്പ് കൃത്യമായി ചാർത്തിക്കൊണ്ട് ഞങ്ങളെന്താ ഇനി വരുന്നൊരു തലമുറക്ക് അതൊരു 50 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പിന്നെ താഴെക്കൂടെ ഇങ്ങനെ ചരിത്രം ഉണ്ടാകുന്നു എന്ന് നമ്മളിപ്പോ എഴുതി രേഖപ്പെടുത്തിയാലുള്ളൂ. ബാക്കി ഒരു 50 വർഷം കഴിയുമ്പോഴുള്ള കുട്ടികൾക്കും മക്കൾക്കും അതറിയാം. ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനും ഇത്തരം സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാനും അതിന് അല്ലാതെ പിന്തുണ നൽകാനും അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ ഒരു ചരിത്ര പുസ്തകം ഇറക്കുന്നതിൽ എത്രത്തോളം പിന്നെ ഞങ്ങളെ ഒരു പിന്തുണ നമ്മള് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങളെ ഒരു വലിയ പിന്നെ പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരുപാട് ആവേശം നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വ്യാപാരിയായി മുന്നോട്ട് പോയപ്പോൾ അതിൽ പിൽക്കാലത്തിൽ അംഗീകാരം നൽകാൻ വേണ്ടി ചരിത്ര പുസ്തകം ഇറക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടെ ഓർക്കുക. പിന്നെ അന്ന് താഴെക്കോട് നമ്മളെ പിന്നെ അവിടെ നിങ്ങള് LP സ്കൂളിൽ പഠിച്ചിരുന്ന താഴെക്കോട് വില്ലേജിന്റെ അവിടുത്തെ സ്കൂളാണ് അവിടെ. അന്ന് താഴെക്കോട് വില്ലേജിന്റെ അവിടെ പഠിച്ചിട്ടാണ് അങ്ങോട്ട് മാറി. സ്കൂളിൽ നിന്ന് അങ്ങോട്ട് മാറി. ഇവിടെ ആദ്യം LP സ്കൂളുണ്ടായിരുന്നു. മുതിരമണ്ണ സ്കൂളാണ് ആദ്യം. ഇവിടെ നമ്മളെ ഏരിയയിൽ ആദ്യം LP സ്കൂള് മുതിരമണ്ണ. പിന്നെ അങ്ങോട്ട് മാറിയത് അവിടെ അത് എന്താ പിന്നെ ഈ സ്കൂളിൽ പൊളിച്ചിട്ടായിട്ട് അങ്ങോട്ട് പോയത്. അപ്പൊ ഈ സ്കൂളാണ് ഇങ്ങോട്ട് മാറ്റിക്കുന്നത്. മുതിരമണ്ണ സ്കൂളാണ് അന്നത്തെ മുതിരമണ്ണ സ്കൂള് ഇവിടേക്ക് മാറ്റി. ഇവിടുന്ന് പിന്നെ ഇപ്പൊ നിലവിലുള്ള സ്ഥലത്തേക്ക് കാപ്പുറമ്പിലേക്ക് പോയി. അവിടെയാണ് നിങ്ങള് വിദ്യാഭ്യാസം. പിന്നെ കാപ്പറമ്പില് മാറ്റി ഞാൻ എന്റെ ബാച്ചിപ്പെട്ടതായിരുന്നു. അന്ന് 1ാം ക്ലാസ്സിൽ 6 മാസമാണ് ഇവിടെ പാറ്റിലൊക്കെ പഠിച്ചിരുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ഭാഗം ഇടിഞ്ഞ് വീണപ്പോൾ 6 മാസം കൊണ്ട് സ്കൂളിൽ നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ പഠനം പൂർത്തിയാക്കിയത് താഴെക്കൂട് മദ്രസയിലും കാപ്പുറമ്പ് മദ്രസയിലും കൂടിയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ 6 മാസം കൊണ്ട് തന്നെ ആ ബിൽഡിംഗ് അവിടെ കയറി ഒറ്റ കെട്ടിലേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ചെല്ലുമ്പോ ഇടതുവശത്തേക്ക് ഒറ്റ ഹാള് കെട്ടിയിട്ട് പിന്നെ അത് പരമ്പ് തട്ട വെച്ചിട്ട് മറക്കലായി. എന്നിട്ട് അവിടെയാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അവിടെ ഇപ്പൊ നിങ്ങള് സ്റ്റാർട്ടിങ് 1ാം ക്ലാസ് പറയുമ്പോ ഏതാ വർഷം വരിക എന്ന് ചോദിച്ചാല് കറക്റ്റ് പറയപ്പോ എങ്ങനെയാണ്? അത് 60 വർഷം മുമ്പായിരുന്നു. 60 അല്ല, 55. അല്ല നിങ്ങൾക്ക് എത്ര ഇപ്പൊ നിലവില്? എനിക്ക് കറക്റ്റ് വയസ്സ് പറഞ്ഞ കറക്റ്റ് വയസ്സ് പറഞ്ഞ 60 വയസ്സായി. 60. അപ്പൊ 55 കൊല്ലം മുമ്പ് LP സ്കൂൾ അവിടെ തുടങ്ങി. അതിന്റെ മുമ്പ് ഇവിടെ അതാണ് ഏകദേശം. അന്ന് ഹൈസ്കൂള് ഉണ്ടോ? ഇല്ല, ഞങ്ങളെ ബാച്ച് 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ഹൈസ്കൂൾ ഓപ്പൺ ആയത്. 50 വർഷമായി. അത് കറക്റ്റാണ്, ആ കണക്ക് കറക്റ്റാണ്. കാരണം ഇവിടുത്തെ 4ാം ക്ലാസ്സുകാരാണ് പിന്നെ അങ്ങോട്ട് നേരെ 5 സ്റ്റാർട്ട് ചെയ്യ UP ഹൈസ്കൂളുമാണ്. അത് 7 വരെ ഉണ്ടായിരുന്നുള്ള. ആദ്യം UP ഉണ്ടായിരുന്നു. പിന്നെ അത് ഹൈസ്കൂളായി. ഇപ്പൊ ഹയർ സെക്കൻഡറി. നാളെ കോളേജ് ആവട്ടെ. നല്ലൊരു മുന്നോട്ടുള്ള പ്രയാണത്തില്. പിന്നെ നമ്മളെ അന്നത്തെ പിന്നെ നാടിന്റെ അഭിമാനമാണ്. വില്ലേജിന്റെ അവിടെ കച്ചവടങ്ങളായിട്ട് പിന്നെ റേഷൻ കട അല്ല റേഷൻ കട നടത്തിയെന്ന് ഓർമ്മ. ഞങ്ങള് കല്ലടി സംസാരിച്ച്
വില്ലേജിന്റെ അവിടെ അവിടെ എല്ലാ റേഷൻ കടത്തിന് ഞാനും പിന്നെ കുട്ടികൾക്ക് മാറി പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളെ അമേരിക്കാട് മുതൽ ഒരു കരിങ്ങത്താണി വരെയുള്ള ആളുകൾ ആശ്രയിച്ചിരുന്നത് താഴെക്കൂടിനെയാണ് എന്നുള്ളതാണ് ഞങ്ങളിപ്പോ 1-2 ആള് 2-3 ചരിത്രത്തിൽ നമുക്ക് മനസ്സിലായത്. പണ്ട് കരിങ്ങത്താണിക്ക് താഴെക്കൂടാന്ന് വലിയ ടൗണ് കരിങ്ങത്താണിക്കാരും അമേരിക്കാട്ടിയിലും അരപ്പറമ്പ് മറ്റേ ആൽപ്പറമ്പ് എന്നൊക്കെ സാധനങ്ങൾ മറ്റൊക്കെ മാട്ട വഴി ഇങ്ങനെ മാട് ഇറങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും മാട്ടല്ലേ അങ്ങനെ മാട്ട എന്നുള്ള ആളുകള് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ തായക്കോടിന്റെ ഒരു പിന്നെ ഇപ്പൊ ഈ പള്ളി ബിൽഡിംഗ് ഒക്കെ വന്ന അവിടെ നിന്നിട്ട് ഒന്ന് ഉഷാറായി. പക്ഷെ എന്നാലും പഴയ പ്രതാപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാല്ലാ. അപ്പൊ രാത്രി കാലങ്ങളിലെ പെട്രോൾ ബങ്ക്സിന്റെ വെളിച്ചത്തില് താഴെക്കോടിന്റെ ആ ഒരു പിന്നെ പഴയ പ്രതാപത്തിലേക്ക് വരുന്ന ആളുകളിൽ നമുക്ക് എത്താൻ എന്ന് പ്രതീക്ഷിക്കണം. എല്ലാവിധ ഭാവുകളും നേരിടുന്നു. നിങ്ങളുടെ ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തരുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഈ ചെറിയ സംസാരം അത് വലിയൊരു ഉപകാരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ കൃത്യമായി തന്നെ ബഹുമാനായ കെ കാസിം ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹ്യ സാംസ്കാരിക മതരംഗത്ത് കൃത്യമായി ഒരു തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിത്വമാണ്. ഇന്നും മതരംഗത്ത് സമസ്തയുടെ ഉന്നത സ്ഥാനം വഹിച്ച് കരിങ്ങലത്താണി ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിച്ചുകൊണ്ട് നേതൃത്വം ഈ ഒരു പ്രായത്തിലും ഇപ്പൊ എത്ര വയസ്സായി? 80 വയസ്സ് കാലഘട്ടത്തിലും ഇന്നും വളരെ പ്രതാപത്തോടുള്ള ഉഷാറോട് കൂടി കരിങ്ങലത്താണി ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ കൃത്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട കാസിം സാഹിബിനെ ദീർഘായുസ്സനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചരിത്ര പുസ്തകത്തിലേക്ക് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളൊരു 10-50 വർഷം 48-ഉം 65-ഒക്കെ 60-ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാത്ത കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ച് ഞങ്ങളെ ഇന്നത്തെ ഈ ചർച്ച ഭംഗിയാക്കിയ പ്രിയപ്പെട്ട കാസിം സാഹിബിന് താഴെക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ വരാൻ പോകുന്ന യൂണിറ്റ് സമ്മേളനത്തിൽ ഇതുപോലുള്ള ആളുകളെ ആദരിച്ച് ഞങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ നിങ്ങളൊക്കെ ആ ഒരു തൂലിക ചരിത്രം എഴുതി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത കാസിം സാഹിബിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചരിത്ര പുസ്തകത്തിന്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി മമ്മൂക്കുട്ടി കാരാട്ടിൽ, വൈസ് പ്രസിഡന്റ് അച്ചിപ്പ ഫൈസൽ, എല്ലാവരെയും പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.